ഗഗൻ ഇന്ന് അമ്മാവനെയും കൂട്ടി വരുമെന്നാ ഇന്ദുമതിയോട് പറഞ്ഞത്. ഇന്ദുമതി ജ്യോത്സ്യരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. ജാതകം നോക്കി പൊരുത്തുറപ്പിച്ചാല് വിവാഹത്തിന് മുഹൂർത്തം ഇന്ന് തന്നെ കുറിപ്പിക്കാമെന്നാ ഇന്ദുമതി പറയുന്നത്. അവളുടെ ഗ്രഹനില എനിക്കറിയാവുന്നതുപോലെ ഞാനും ഒന്ന് നോക്കിയിരുന്നു. അതിൻ പ്രകാരം അവൾക്കുടനെ വിവാഹയോഗം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇനി ആരൊക്കെ എന്തൊക്കെ പരിശ്രമിച്ചാലും ദേവി തീരുമാനിച്ച ദിവസം തന്നെ അവളുടെ വിവാഹം നടക്കും. വരന്റെ കാര്യത്തിൽ മാത്രമേ ഒരു സംശയമുള്ളൂ. വിദ്യാമ്മ നോക്കിയപ്പോ അത് ഗഗൻ തന്നെയാണെന്ന്. അതിപ്പോ പറയാൻ പറ്റില്ല കിഷൻ. ദേവിയുടെ തീരുമാനം മംഗല്യയോഗമുള്ള ദിവസം മാത്രമേ വരനെ നിശ്ചയിക്കാവുന്നാവൂ. പക്ഷേ വിവാഹശേഷമുള്ള അവളുടെ ജീവിതം ഒരു പുതിയ പരീക്ഷണ ഘട്ടമായിരിക്കും. ജീവിതം അത്ര സുഖകരമാവില്ല അവൾക്ക്. ദേവി, എന്റെ കുഞ്ഞ്. ഗഗനെ പോലെ ഒരാളാണ് ദേവി ചേച്ചിയുടെ ഭർത്താവായിട്ട് വരുന്നെങ്കിൽ വിദ്യാമ്മ പറഞ്ഞതുപോലെ ദേവി ചേച്ചിയുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. എല്ലാത്തിനും കാരണമായി നിൽക്കുന്നത് ദേവീ സ്പർശമുള്ള ആ രക്ഷാമോതിരം അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ആ മോതിരം കൈവിട്ടതോടെയാണ് ദേവൂട്ടിക്ക് ഇത്തരം അനർത്ഥങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത്.